രണ്ടുപേർ ചേർന്ന് സ്നേഹം അഭിനയിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായും പിണക്കങ്ങളും പരാതികളും വഴക്കുകളും ഉണ്ടാകും. കാരണം സ്നേഹം അഭിനയിക്കുന്നവർക്ക് പലതും കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷേ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കുന്നവർ തകർത്ത് അഭിനയിച്ചോട്ടെ. കാഴ്ചക്കാരായി നമുക്ക് നോക്കി നിൽക്കാം. അവസാനം ഒന്ന് ചോദിച്ചു നോക്കുക, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. കാഴ്ചക്കാരനായി ഞാനൊരു വിഡ്ഢിയായതുകൊണ്ടല്ല, നിങ്ങളെ അത്രത്തോളം വിശ്വസിച്ചതുകൊണ്ടാണ്. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി, ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. സ്നേഹം അഭിനയിക്കുന്നവർ പാതി വഴിയിൽ ഇട്ടിട്ട് പോവും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മാത്രമേ അവസാനം വരെ കൂടെയുണ്ടാകൂ. നമ്മളോട് പുറമെ സ്നേഹം നടിച്ച് മറ്റുള്ളവരുമായി സ്നേഹബന്ധം പുലർത്തുന്നവരുണ്ട്. അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. പുറമെ തേനെ പാലേ എന്നൊക്കെ വിളിക്കും, എന്നാലും ഉള്ളിൽ ഒരു തുള്ളി സ്നേഹം പോലും അവർക്കുണ്ടാകില്ല. അത്തരക്കാരുടെ സ്നേഹം കപട സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒരു കാര്യം നോക്കിയിട്ട് ആവരുത്. നമ്മുടെ സൗന്ദര്യം, പണം, സംസാര രീതി അവ നോക്കിയിട്ട് ആണെങ്കിൽ ആ സ്നേഹം കപടമാണ്. എപ്പോഴാണോ അതില്ലാതാവുന്നത് അന്ന് തീരും ഇവരുടെയൊക്കെ സ്നേഹം. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ എല്ലാ കുറവുകളും ഉൾക്കൊണ്ട് ആയിരിക്കും സ്നേഹിക്കുക. നമ്മുടെ എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാട്ടി നേർവഴിയിൽ കൊണ്ടുവരുന്നതിനും അവർ ശ്രമിക്കും. പക്ഷേ നമ്മുടെ നല്ലത് മാത്രം നോക്കി കൂടെ കൂടുന്നവരുടെ സ്നേഹം കപട സ്നേഹമാണ്. രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുന്ന അവസരത്തിൽ സ്നേഹിക്കുന്നതിൽ ഒരാൾ മാത്രമാണ് എപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കുന്നതും മറ്റേയാൾ കാണുമ്പോൾ മാത്രമാണ് നിന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതും കപട സ്നേഹമാണ്, ഓൺ സൈഡ് സ്നേഹമാണ്. ഏതൊരു കാര്യത്തിലും ഇങ്ങനെയാണ്, സമ്മാനങ്ങളിൽ മാത്രമല്ല. ഓൺ സൈഡ് മാത്രമാണെങ്കിൽ അത് തീർച്ചയായും കപട സ്നേഹമാണ്. അവർക്ക് നിങ്ങളുടെ ആവശ്യം ഇല്ല എന്നതിൻ്റെ തെളിവും ഇതാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ സ്നേഹമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആദ്യം നോക്കേണ്ട കാര്യം രണ്ടുപേരും തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്നുണ്ടോ, വില കൽപ്പിക്കുന്നുണ്ടോ എന്നാണ്. ആ വില പരസ്പരം നൽകുന്നില്ലെങ്കിൽ അവിടെ സ്നേഹത്തിന് ഒരു പ്രസക്തിയുമില്ല. അവിടെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് നടക്കുന്നത്. വിലയും ബഹുമാനവുമാണ് അടിസ്ഥാനം. ചില ആൾക്കാരുണ്ട്, ചില കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ളവർ. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം കാണിക്കുന്ന സ്നേഹം. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അവരുടെ ഇഷ്ടങ്ങൾ വില കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരുടെ സ്നേഹം തികച്ചും കപടമാണ്. നമ്മളെ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചിലരുണ്ട്. അത്തരക്കാരുടെ സ്നേഹം തികച്ചും കപടമാണ്. അത്തരക്കാരെ നാം എപ്പോഴും മനസ്സിലാക്കി വെക്കണം. അവരുടെ സ്നേഹം എന്നും കപടമായിരിക്കും. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലേക്ക് സമമാവും നമ്മുടെ അവസ്ഥ. നമുക്കൊരു സങ്കടം വരുമ്പോൾ അത് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ് നമ്മളോട് ചോദിക്കാൻ വരുന്നവരുടെ സ്നേഹം തികച്ചും കപടമാണ്. അവർ നമ്മുടെ ഉള്ളറിയുന്നില്ല, നമ്മുടെ വിഷമങ്ങൾ അറിയുന്നില്ല, നമ്മുടെ വേദനകൾ അറിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് സ്നേഹിച്ചവർ തോറ്റിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാരുടെ മുന്നിലാണ്. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കും, എല്ലാം പറയും, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേ അതുപോലെ തിരിച്ചു കിട്ടാത്തത് നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ജീവിതം തീർന്നു കഴിയും. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളവർ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഇത്തരക്കാരുടെ മുന്നിലായിരിക്കും. നമ്മളെല്ലാം മറന്ന് ആത്മാർത്ഥതയോടെ സ്നേഹിക്കും, എല്ലാം ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം സമർപ്പിക്കും. അവസാനം നമുക്ക് കിട്ടുന്നത് വെറും ഒറ്റപ്പെടലുകൾ മാത്രമായിരിക്കും. ചില സ്നേഹങ്ങളുണ്ട്, കുടുംബ ബന്ധത്തിൽ ആയാലും മറ്റൊരു റിലേഷൻഷിപ്പിലായാലും സെക്സിനു വേണ്ടി മാത്രം സ്നേഹിക്കുന്നവർ. അത്തരക്കാരുടെ സ്നേഹം ഒരിക്കലും വിശ്വാസയോഗ്യമല്ല. ആ ഒരു ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം തികച്ചും അഭിനയം മാത്രമാണ്. അത്തരക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിലായാലും സ്നേഹബന്ധങ്ങളിലായാലും സ്നേഹത്തിന് വിലയുണ്ടാകുന്നത് പരസ്പരം സ്നേഹിക്കുമ്പോൾ മാത്രമാണ്. തുല്യ അളവ് രണ്ടിനും വേണം, രണ്ടു ഭാഗത്തും വേണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ആ സ്നേഹബന്ധത്തിന് വിലയുണ്ടാവുകയുള്ളൂ, ആസ്വാദനമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. സ്നേഹം മനസ്സിൽ നിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മനുഷ്യനായി സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലുണ്ടാകുന്ന സ്നേഹത്തിന് കറയില്ല, കയ്പില്ല, എന്നും പവിത്രമായിരിക്കും. സ്നേഹം അഭിനയിക്കാതിരിക്കുക, ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക. പവിത്രമായ സ്നേഹത്തിന് എവിടെയും വിജയം മാത്രമായിരിക്കും.